അസ്സലാമലൈക്കും. ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് പറയാനുള്ള വെച്ചാല് നമ്മള് മുളക് പൊടി വാങ്ങുന്നു, മഞ്ഞപ്പൊടി വാങ്ങുന്നു, പാക്കറ്റ് വാങ്ങുന്നു, എല്ലാം വാങ്ങുന്നുണ്ട്. പക്ഷെങ്കിൽ അതൊന്നും ശരിയല്ല. നമുക്ക് നല്ല രുചികരമായ ഭക്ഷണം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ തന്നെ പൊടിക്കണം, മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മളെ ആകെ പൊടിക്കുക വെച്ചാൽ ഒരു മുളക് പൊടി, ഒരു മഞ്ഞപ്പൊടി, ഒരു മല്ലിപ്പൊടിയൊന്നും നല്ലതല്ല, മനസ്സിലായോ? മല്ലിപ്പൊടിയിൽ ഇട്ടാൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അങ്ങ് പോകും. മല്ലിയാണ് ഇട്ടത്. മല്ലി എന്ത് ചെയ്യാ, ഞാൻ ഇന്ന് ബീഫിന്റെ വീഡിയോ ഇടുന്നുണ്ട്. ബീഫിന്റെ വീഡിയോ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാല് അത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മല്ലി ഇടുക. മല്ലി നമ്മള് ഇറച്ചിയോ എന്താന്ന് വെച്ചാൽ അതിലേക്ക് മല്ലി ഇടുക. മല്ലി ഇട്ടിട്ട് അതിന് തിളപ്പിച്ച് അതിന്റെ ടേസ്റ്റ് അതിൽ ഇറങ്ങിക്കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ ടേസ്റ്റ്, മനസ്സിലായോ? മല്ലി ഒരു ലോകത്തും ആരും ഉപയോഗിക്കുന്നത്, നമ്മളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാളികൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് എല്ലാം പൊടിക്കുക. ഏലക്ക ഇങ്ങനെ, ഇത് ഏലക്ക പൊടിച്ചതാണ്, ഞാൻ പൊടിച്ചതാണ്. അതേപോലെ പട്ട ഞാൻ മുളക് പൊടി ഞാൻ പൊടിച്ചതാണ്, പട്ട ഞാൻ പൊടിച്ചതാണ്. പട്ട ഏറ്റവും നല്ല പട്ട ഏതാണെന്ന് വെച്ചാൽ ആ നീളത്തിലെ ചുരുണ്ടിട്ടുള്ള പട്ട ഉണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലത്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന വെച്ചാൽ ആ ബടി പോലത്തെ പട്ടിയാണ്, അതല്ല നല്ലത്. നമ്മളെ ഉരുണ്ടിട്ടുള്ള പട്ടിയാണ് നല്ലത്. ആ ചുരുണ്ട് നിൽക്കുന്നുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല പട്ട. അതുപോലെ കസൂരി മേത്തി എല്ലാ കറിയിലും ഇടുക. എല്ലാ കറിയിലും മീൻ കറിയിലിടുക, ഇറച്ചിക്കറിയിലിടുക, എല്ലാത്തിലും ഇടുക. മജ്ബൂസിലിടുക, ബിരിയാണിയിലിടുക. കസൂരി മേത്തി ഒരുപാട് നല്ല സാധനമാണ്. അതുപോലെ നട്ട്മേഗ് പൗഡർ ഇടുന്ന സമയത്ത് വളരെ കുറച്ചേ ഇടാൻ പാടുള്ളൂ. കാരണം കുറച്ചിട്ട് അധികം ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ആ ടേസ്റ്റ് വായിലേക്ക് വരും. അപ്പോ പിന്നെ ലെമൺ പൗഡർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ ചെറിയ കറുത്ത ലെമൺ നമ്മൾ കുത്തി പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിന് കുരു എടുത്തിട്ട് പൊടിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ മീൻകറിയിൽ ഇട്ട് നോക്ക്. മീൻകറിയിൽ മാത്രമൊന്നുമില്ല, ഒരുപാട് കറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇറച്ചി കറിയിലൊക്കെ ഇടാം. അതേപോലെ ഏലക്ക നമ്മൾ സ്വന്തം പൊടിക്കുക, വീട്ടിൽ നിന്ന് പൊടിക്കുക. അതേപോലെ മറ്റേ ഗരം മസാല നമ്മൾ ഒരു ദിവസം ഞാൻ ഇട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ശരിയായ തനിമയോട് കൂടിയിട്ട് അത് നമ്മൾ ഉണ്ടാക്കുക, വീട്ടിലുണ്ടാക്കുക. മുളക് പൊടി ഏറ്റവും കുറച്ച് ഉപയോഗിക്കുക, വളരെ കുറച്ച്. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ പച്ചമുളക് കൂട്ടുക. എന്നാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. രോഗിയാകുന്നത് വെച്ചാൽ നമ്മളെ ഭക്ഷണത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് രോഗിയാകുന്നത്, മനസ്സിലായോ? പതിയം പറഞ്ഞ് നീട്ടുന്നില്ല. മഞ്ഞപ്പൊടി ഇത് നമ്മൾ മഞ്ഞൾ വാങ്ങിയിട്ട് പൊടിക്കുവാണ് ഇവിടെ. ആരും വീട്ടിൽ മഞ്ഞൾ വാങ്ങാണ്ടിരിക്കുമോ? മഞ്ഞപ്പൊടിയെല്ലാം വാങ്ങുക. പക്ഷെ മഞ്ഞപ്പൊടി ഇട്ടാൽ ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല, മനസ്സിലായോ? അതേപോലെ പിന്നെ ഗ്രാമ്പു പൊടിച്ചു വെക്കുക. ഗ്രാമ്പു പൊടിച്ചു വെച്ചിട്ട് ഒരു നുള്ളി ഇടാൻ പാടുള്ളൂ. രണ്ട് വിരലുകൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചമ്പി വെക്കുക. അതുപോലെ സുമ്മാക്ക് മലയാളിക്ക് കുറെ അറിയാവുന്ന ആൾക്കാരുണ്ട്, അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ട്. സുമ്മാക്ക് നല്ല സാധനമാണ്. അതേപോലെ ഒറിഗാനോ നമ്മൾ എല്ലാ വീട്ടിലും വേണം. ഒറിഗാനോ പിന്നെ അധികം സൂപ്പിലിടാം, വെജിറ്റബിൾ സൂപ്പ്. ഞാൻ മാത്രം ഉണ്ടാക്കിക്കല്ലോ വെജിറ്റബിൾ സൂപ്പ്. അതുപോലെ ജീരകം വറുത്ത് പൊടിച്ച് വെക്കുക. വറുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കാരണം അതുപോലെ പെരിഞ്ജീരകം വറക്കാണ്ട് പൊടിച്ചാൽ മതി. ഇതെല്ലാം ചില ഒരു നുള്ളു ഇട്ട് കൊടുത്താലുണ്ടല്ലോ. ഞാൻ കടുകും ജീരകവും പൊടിച്ചു വെക്കുന്നുണ്ട് ഇവിടെ. കടുക് പിന്നെ ചട്ടിയിലിട്ട് അത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് 10-30,000 ആൾ കണ്ടിട്ട്. അതുപോലെ മുളക് പൊടി നമ്മൾ സ്വന്തം പൊടിക്കുക. മുളക് പൊടി എന്നിട്ട് കാശ്മീരി ചില്ലി പൊടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, മുളക് പൊടി സാധാരണ പൊടിക്കും പോലെ പൊടിച്ചാൽ മതി. കാശ്മീരി ചില്ലി വാങ്ങിയിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ സ്മോക്ക് ചെയ്യണം. സ്മോക്ക് ചെയ്തിട്ടേ പൊടിക്കാൻ പാടുള്ളൂ. സ്മോക്ക് ചെയ്യാൻ നമ്മളൊരു ഗ്രില്ലിലിട്ടിട്ട് എന്ത് ചെയ്യാ, അല്ലെങ്കിൽ ഒന്ന് ചട്ടിയിലിട്ടൊന്ന് വറുത്താൽ മതി. പതിയെ പറഞ്ഞാൽ ആൾക്കാർ കാണൂല, അതുകൊണ്ട് കുറച്ച് പറയുക. അതുപോലെ ഉപ്പ് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മളെന്ത് ചെയ്യുക, ഉപ്പ് കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിക്കുക. പൊടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഉലുവ വറുത്ത് പൊടിച്ചു വെക്കുക. അതൊക്കെ എൻ്റെ അടുത്തുണ്ട്, ഇല്ലാത്തൊരു സാധനമില്ല. പുതിന ഉണങ്ങിയ പൊടിതീന കിട്ടും. അത് ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുക, ചില സ്ഥലത്തൊന്നും ഉപയോഗിച്ചാൽ അതിന്റെ ടേസ്റ്റ് കിട്ടൂല. പിന്നെ കത്തോലം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് കറുത്ത ഏലക്ക നമ്മൾ ഗരം മസാല എഴുതി ചേർക്കണം നിർബന്ധമായിട്ടും. കാരണം വെച്ചാൽ കറുത്ത ഏലക്കയാണ് ഏറ്റവും നല്ല സാധനം. കറുത്ത ഏലക്ക പാകിസ്ഥാനാണ്, പാകിസ്ഥാനാണെന്ന് തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഞാൻ. എനിക്ക് അതിന്റെ ഒറിജിനാലിറ്റി നോക്കിയില്ല. കറുത്ത ഏലക്കയാണ് ഞാൻ കണ്ടത് അറബിപ്പുഴയിൽ വന്നവരാണ്. അപ്പൊ അതിന്റെ ടേസ്റ്റും മനസ്സിലായ പിന്നെയാണ്. കറുത്ത ഏലക്ക ഒന്ന് കുത്തിയിട്ടിടണം, മനസ്സിലായോ? ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എന്നാ പിന്നെ നിങ്ങൾ എന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അറേബ്യൻ കിച്ചൺ ബൈ ജമാൽ.